അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇസ്രാഇൻ്റെ അവസാനത്തെ ആയത്താണ് നാം ഇന്ന് പഠിക്കുന്നത്. വിവിധങ്ങളായ വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഈ സൂറത്തിലൂടെ ഒന്ന് കടന്നു പോവുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിർബന്ധമായും ചില വിശദീകരണങ്ങൾ വേണമെന്ന് തോന്നിയിടത്ത് മാത്രം അനുബന്ധ ക്ലാസ്സുകളിലൂടെ ചില കാര്യങ്ങൾ വിവരിച്ചെങ്കിലും നമ്മുടെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിലുള്ള വിവരണങ്ങൾ മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുപ്രധാനമായ പല വിഷയങ്ങളും വിവരിച്ചിട്ടുള്ള ഈ സൂറത്ത് ആവർത്തിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണമെന്ന് സൂചിപ്പിക്കുകയാണ്. തസ്ബീഹ് കൊണ്ട് തുടങ്ങി അൽഹംദ് കൊണ്ടും തക്ബീർ കൊണ്ടും അവസാനിക്കുന്ന ഈ സൂറത്തിൻ്റെ തുടക്കവും ഒടുക്കവും തമ്മിലുള്ള പ്രത്യേകതയും ഇതിനു മുമ്പും ശേഷവുമുള്ള സൂറത്തുകളുമായുള്ള ഈ സൂറത്തിൻ്റെ ബന്ധവും സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒരു അനുബന്ധ ക്ലാസ്സിലോ ഇത് കഴിഞ്ഞുള്ള സംഗ്രഹ ക്ലാസ്സുകളിലോ പറയാം ഇൻഷാ അല്ലാ. ഇന്ന് പഠിക്കുന്ന ഈ സൂറത്തിലെ അവസാനത്തെ ആയത്തിൽ 111 ആയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും പരമാധികാരത്തെയും സൂചിപ്പിച്ചുകൊണ്ട് അവന് മാത്രം സ്തുതികളർപ്പിക്കുകയും അവൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ് സൂറത്ത് സമാപിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. തൗഹീദ് പ്രഖ്യാപിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. വഖുൽ, താങ്കൾ പറയുക, നബിയെ താങ്കൾ പ്രാർത്ഥിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന്. അള്ളാഹുവിനെ ഏത് പേരിൽ വിളിച്ചാലും അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. സ്തുതിക്കർഹൻ അവൻ മാത്രമാണെന്നും സർവസ്തുതിയും അവന് മാത്രമാവുന്നു എന്നും പ്രഖ്യാപിക്കുക. അല്ലദീ ലം യത്തഖിദ് വലദൻ, അവൻ എങ്ങനെയാണ് ആരെയും പുത്രനായി സ്വീകരിച്ചിട്ടില്ലാത്തവനായ അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന മുശ്രിക്കുകളുടെ വാദം, യേശു അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന ക്രിസ്ത്യാനികളുടെ വാദം, ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന യഹൂദരുടെ വാദം, ഇതൊക്കെയും തെറ്റാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു ഏകനാണ്, അവന് സന്താനങ്ങളോ കുടുംബമോ ഒന്നുമില്ല, അവന് മാത്രം പ്രാർത്ഥനയും സ്തുതിയും നിർവഹിക്കുക. വലം യകുല്ലഹു ശരീക്കുൻ ഫിൽ മുൽക്കി, അധികാരത്തിൽ അവന് യാതൊരു പങ്കാളിയുമില്ല. ദൈവത്തിന് സഹായികളായി മക്കളും ബഹുദൈവങ്ങളുമൊക്കെയുണ്ട് എന്നും അത്തരം സഹായികളുടെ സഹായത്തോടു കൂടിയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്നുമുള്ള ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളുടെ സങ്കല്പങ്ങളെ നിരാകരിച്ചുകൊണ്ട് സർവ്വ അധികാരങ്ങളുടെയും സമ്പൂർണ്ണ അധികാരിയായി അള്ളാഹു മാത്രമാണ് ഉള്ളതെന്ന് പ്രഖ്യാപിക്കുക. വലം യകുല്ലഹു വലിയ്യും മിനദ്ദുല്ലി, അവന് ദൗർബല്യത്തിൽ രക്ഷകനായി ആരുമില്ല. നേരത്തെ പറഞ്ഞ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ദൈവത്തിന് എല്ലാം സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് ചില ദൗർബല്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ ആ ദൗർബല്യം പരിഹരിക്കാൻ ഒരു സഹായി ആവശ്യമായി വരുന്നത്. അങ്ങനെ ഒരു ദൗർബല്യം ദൈവത്തിന് ഇല്ലാത്തത് കൊണ്ട് ഒരു രക്ഷകനും ദൈവത്തിന് ആവശ്യമില്ല. ഇവിടെ ദൗർബല്യം, ന്യൂനത എന്നതിന് ദുല്ല് എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ദുല്ല് എന്നാൽ നിന്ദ്യത എന്ന അർത്ഥമാണ്. ഇങ്ങനെ ഒരു ദൗർബല്യം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിനെ നിന്ദിക്കലാണ് എന്നതുകൊണ്ടാവണം ഈ പദം തന്നെ ഇവിടെ ഉപയോഗിച്ചത്. വഖബ്ബിർഹു തക്ബീറ, അവനെ താങ്കൾ മഹത്തായ രീതിയിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹുവിന് തക്ബീർ ചൊല്ലിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുക. കബ്ബറ എന്നാൽ വലുതാക്കി എന്നാണ്. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ, അള്ളാഹു ഏറ്റവും മഹാൻ എന്ന് പറയുന്നതിന് തക്ബീർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വം എല്ലാ അർത്ഥങ്ങളിലും അതുല്യമായി ഉയർന്നു നിൽക്കുന്നു എന്ന അള്ളാഹുവിൻ്റെ പ്രതാപത്തെ പ്രഖ്യാപിക്കുന്ന ആയത്തായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ ആയത്തുൽ ഇസ്, പ്രതാപത്തിൻ്റെ സൂക്തം എന്ന് വിളിക്കാറുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സൂറത്തിൻ്റെ പഠനവും പൂർത്തീകരിച്ച് ഖുർആൻ്റെ പകുതിയോളം നാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇൻഷാ അള്ളാ ഈ സൂറത്തിൻ്റെ സംഗ്രഹം അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അത് കഴിഞ്ഞ് സൂറത്തുൽ കഹ്ഫിൻ്റെ പഠനം തുടങ്ങാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇത് ഒരു മഹത്തായ
ഒരു സാലിഹായ കർമ്മമായി കൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.